നമുക്ക് ഇന്നൊരു ഇലയുടെ പടം വരച്ച് തുടങ്ങിയാലോ? ഇലയുടെ പടം ഗൂഗിളിൽ കയറി ഞാൻ ചൂസ് ചെയ്തു. അതിനെ മൊത്തത്തിലൊന്ന് ഒബ്സർവ് ചെയ്ത ശേഷം അതിൻ്റെ ഷേപ്പ് എങ്ങനെയാണോ അതുപോലെ ഒരു റെക്റ്റാങ്കുലർ ഷേപ്പ് വരച്ചെടുത്തു. അതിനുള്ളിൽ തന്നെ അതിൻ്റെ ഫിഗർ വരയ്ക്കുക എന്നുള്ളതാണ് അടുത്ത സ്റ്റേജ്. അപ്പോൾ നമ്മുടെ ചുറ്റുമുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ വരയ്ക്കാൻ മാക്സിമം ശ്രമിക്കുക. അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് നമ്മുടെ കഴിവ് ഡെവലപ്പ് ചെയ്തെടുക്കാൻ പറ്റുള്ളൂ. ലൈനും ബോർഡറും വരച്ച് കഴിഞ്ഞ ശേഷം ഉള്ളിലുള്ള വെയിൻസ് ഓരോന്നോരോന്നായിട്ട് റഫായിട്ട് ജസ്റ്റ് ഒന്ന് സ്കെച്ച് ചെയ്തെടുത്തതേ ഉള്ളൂ. അപ്പോൾ നമുക്കൊരു ഐഡിയ ഉണ്ടാവും, കാരണം എവിടെയൊക്കെ ഡീറ്റെയിൽസ് കൊടുക്കണം, എവിടെയൊക്കെ എന്തൊക്കെ ചെയ്യണം, ലൈറ്റ് ഡാർക്ക് ഷെയ്ഡ് എവിടെയൊക്കെ വരുന്നു, അതൊക്കെ അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ ചെറിയ ലൈനുകളും കാര്യങ്ങളും കൊടുക്കുക. എപ്പോൾ വരയ്ക്കുമ്പോഴും നമുക്കൊരു കീൻ ഒബ്സർവേഷൻ വേണം. എങ്കിൽ മാത്രമേ നമ്മുടെ വര പതുക്കെ നമുക്ക് ഇമ്പ്രൂവ് ചെയ്ത് എടുക്കാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ ഒബ്സർവ് ചെയ്ത് എവിടെയൊക്കെ എങ്ങനെയൊക്കെയാണ് മിസ്റ്റേക്കുകളുണ്ടാവും, അതൊക്കെ നമ്മൾ അടുത്ത തവണ തിരുത്താൻ ശ്രമിക്കാൻ വേണ്ടിയിട്ടാണ് ഒബ്സർവ് ചെയ്യാൻ പറയുന്നത്. റബ്ബർ എടുത്തിട്ട് അത് ഫുള്ള് മായ്ച്ചു. അതിൻ്റെ ബോർഡർ ഒരു ഷേപ്പുണ്ട്, ഒരു കർവ് ഷേപ്പ്. അപ്പോൾ അതിലേക്ക് നമ്മൾ പ്ലെയിനായിട്ടുള്ള ലൈനുകൾ നമ്മൾ ആ കർവ് ഷേപ്പിലേക്ക് മാറ്റി. അത്ര പെർഫെക്റ്റ് അല്ല, വളരെ പെട്ടെന്ന് വരച്ചതാണ്. എന്നാലും മനസ്സിലായി പഠിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു ശ്രമം മാത്രമാണ്. അപ്പോൾ അതിനുള്ളിൽ പിന്നീട് ചെറിയ ചെറിയ ലൈനുകളുണ്ട്, അതിൻ്റെ വെയിൻസ് അല്ലാതെ ചെറിയ പടത്തിൽ നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ പറ്റും. അപ്പോൾ അതുപോലെ തന്നെ ഞാൻ വീണ്ടും പെർഫെക്ഷൻ ആക്കാൻ വേണ്ടിയിട്ടുള്ളൊരു ശ്രമം. അങ്ങനെ അതും ഒരു സൈഡിൽ വരച്ചു. ഇപ്പോൾ ഒരു സൈഡ് മാത്രമാണ് ഞാൻ ചെയ്യുന്നത്, 2 സൈഡ് ജസ്റ്റ് വരച്ചു എന്നേ ഉള്ളൂ. എന്നിട്ട് എന്ത് ചെയ്യുക, ഒരു ടിഷ്യൂ പേപ്പർ എടുക്കുക. എന്നിട്ട് നമ്മളത് ഫുള്ള് ഒന്ന് ബ്ലെൻഡ് ചെയ്ത് എല്ലാ സൈഡിലും ഒരേപോലെ ആ ഷെയ്ഡ് കൊണ്ടുവരാൻ വേണ്ടിയിട്ട്. എന്നിട്ട് അടുത്തത് നമ്മുടെ സ്റ്റേജ് എന്ന് പറഞ്ഞാൽ അത് ഡീറ്റെയിൽ ചെയ്യുക. ഡീറ്റെയിൽ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ആ പടത്തിൽ തന്നെ കാണാം. ആ സ്റ്റെമ്പിൻ്റെ അവിടെ വരുമ്പോൾ സ്റ്റെമ്പിൻ്റെ അവിടെ ഡാർക്ക് ഷെയ്ഡുണ്ട്, അതിനോട് കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ട് ചെറിയ ലൈറ്റ് ഷെയ്ഡുണ്ട്, ഡാർക്കും ലൈറ്റും മാറി മാറി വരുന്ന സ്ഥലങ്ങളുണ്ട്. അപ്പോൾ അതും കൂടെ നമുക്ക് ഇതിൽ വരച്ച് ചേർത്തെങ്കിൽ മാത്രമേ അതൊരു നല്ല ഒരു ഇലയുടെ ഷേപ്പിലേക്ക് കാണാൻ പറ്റുള്ളൂ. അപ്പോൾ അത് കഴിഞ്ഞ ശേഷം നമ്മൾ എന്ത് ചെയ്തു, ഡാർക്ക് പോർഷൻ ഒന്നും കൂടെ ഡാർക്കാക്കി ഒരു ബ്ലെൻഡിങ് സ്റ്റമ്പ് യൂസ് ചെയ്ത് അത് ഫുള്ള് ബ്ലെൻഡ് ചെയ്തപ്പോൾ കണ്ട അവിടെ ഡിഫറൻസ്. അതിനുശേഷം എന്ത് ചെയ്യുക, മേക്കപ്പ് ബ്രഷ് എടുക്കുക. നമ്മൾ ആ ഡാർക്കാക്കിയ പോർഷൻ ഒന്നും കൂടെ ഒരു ബ്രഷ് യൂസ് ചെയ്ത് ബ്ലെൻഡ് ചെയ്യുക. അല്ലെങ്കിൽ നമ്മളത് ഒരു റിയൽ ഇലയുടെ ഒരു ഫീൽ നമുക്ക് കിട്ടില്ല. അപ്പം ആ ഒരു ഫീൽ കൊണ്ടുവരാൻ വേണ്ടി മേക്കപ്പ് ബ്രഷ് യൂസ് ചെയ്ത് നമ്മൾ അതും ചെയ്തു. എന്നിട്ട് ഒന്നും കൂടെ നമ്മളത് എന്ത് ചെയ്തു, ഹൈലൈറ്റ് ചെയ്യാനുള്ള സ്ഥലങ്ങളൊക്കെ ഒന്നുകൂടെ ഹൈലൈറ്റ് ചെയ്തെടുത്തു. അപ്പം ഇതൊക്കെ ഒരു കുറേ ടൈം എടുക്കുന്ന പ്രോസസ്സാണ്. ക്ഷമ വേണം, ഒബ്സർവേഷൻ വേണം. അപ്പോൾ ഇതാണ് ഫൈനൽ റിസൾട്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു.